നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ശബരിമല വീണ്ടും CPM-ന് തിരിച്ചടിയുണ്ടാക്കുകയാണ്. മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് 2019 CPM-ന് ശബരിമലയെ ചൊല്ലി തിരിച്ചടിയുണ്ടായത്. ഇപ്പോൾ ഇതാ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ആദ്യം CPM-ന് തിരിച്ചടിയുണ്ടായി. CPM വലിയ പ്രതിരോധത്തിലായി. ഇപ്പോഴിതാ അയ്യപ്പ സംഗമം, അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കോടികളാണ് വെട്ടിച്ചത് എന്ന ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഈ ഓഡിറ്റ് റിപ്പോർട്ട് അത് എസ്റ്റിമേറ്റ് മാത്രമാണ് എന്നാണ് ആദ്യം CPM നേതാക്കൾ പറഞ്ഞിരുന്നത്, മന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു. കോടികളാണ് CPM നേതാക്കൾ വെട്ടിയിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദേവസ്വം ബോർഡിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് തുക വാങ്ങിയിരിക്കും. പക്ഷേ ദേവസ്വം ബോർഡിന് 5 കോടി അഡ്വാൻസ് ആയി വാങ്ങി, 3 കോടി മാത്രമാണ് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. ഓരോ കണക്കുകളിലും വെട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ മറ്റൊരു വ്യക്തിക്കാണ് കൊടുത്തിരിക്കുന്ന തുക. പക്ഷെ അതും 4 ലക്ഷം രൂപ കൊടുത്തിടത്തിലാണ് 8 ലക്ഷം രൂപ എന്ന് ഓഡിറ്റിൽ കാണുന്നത്. അങ്ങനെ നിരവധി സ്ഥലത്ത് ക്രമക്കേടുകൾ കാണുന്നു. ഇതൊക്കെ തന്നെ CPM-ന് വലിയ തിരിച്ചടിയായിട്ട് വരാനാണ് സാധ്യത.